السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله الحمد لله الرحمة والزحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء الحمد لله الحمد لله الواحد القهار الصمد الجبار العزيز الغفار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم إن للإنسان لسفرين سفر في الدنيا وسفر من الدنيا. صدق رسول الله صلى الله عليه وسلم. مل الدهر والأيام والذنب حاصل وجاء رسول الموت والقلب غافل. نعيمك في الدنيا سرور وحسرة وعيشك في الدنيا محال وباطل.
ബാത്തിലോ വഅല ഉമ്മത്തി സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായ മോനിയോത്ത് വേദന പേരൂത്ത്. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. അല്ലലിൽ പൊന്മുത്തുമോനെ ആറ്റുനോറ്റ് പോറ്റി ആമിന ബി ആശയോടെ പൂമകനെ തീറ്റി. അല്ലലിൽ പൊന്മുത്തുമോനെ ആറ്റുനോറ്റ് പോറ്റി ആമിന ബി ആശയോടെ പൂമകനെ തീറ്റി. അങ്ങനെ കാലം കഴിഞ്ഞു കാലമോരോ നാളിൽ ആമിനാബിയും മകനെ വിട്ടുപോയി മണ്ണിൽ. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള 6 വയസ്സായ കാല താറ്റലർ നബിയുള്ള. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള 6 വയസ്സായ കാല താറ്റലർ നബിയുള്ള. ഭൂതലം പോകുന്ന മുമ്പേ ബാപ്പയും പിരിഞ്ഞു. ബാലനായി വളർന്ന കാലം ഉമ്മയും പിരിഞ്ഞു. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ആരുമാരും മോമനിച്ചില്ലെങ്കിലും ബാലർ ആടലിൽ നിന്നാടുമേക്കാൽ പോയി സത്യശീലൻ. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ബാലൻ ഓത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല. നേരുമാത്രം ചെന്നതാലേ സത്യവാന ബാലൻ നേടിയല്ല മീനതെന്ന ജാതി സത്യശീലൻ. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല
ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിപ്പാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല. ബഹുമാന ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ പി.കെ. മുഹമ്മദ് അലി ഫൈലി ഉസ്താദ് അവറുകളെ, ഈ ധന്യ സദസ്സിന് ഉദ്ഘാടനം നടത്താമെന്ന് ഏറ്റിരുന്ന അബ്ദുൽ ഖാദർ മൗലവി ഉസ്താദ് അവറുകളെ, മണിയമ്പള്ളി മഹബട്ടി ഹാജി, ഇതുപോലെ തുടങ്ങിയുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന ഉസ്താദുമാരെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നിമിഷം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകുവാൻ സാധുക്കളായ നമുക്കൊക്കെ സർവശക്തനായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനും അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലോകത്ത് മാനിച്ചുകൊണ്ട്, അഹന്തയില്ലാതെ, അഹങ്കാരമില്ലാതെ, ആർഭാടമില്ലാതെ, ആഭാസരമില്ലാതെ, അലോസരതയില്ലാതെ, അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് പോകുന്ന ഒരു പോക്കില്ലാതെ പടച്ചവന്റെ പടപ്പുകളാകുന്ന ഞാനും നിങ്ങളും പാരിൽ പരിവർത്തനത്തിന്റെ പടഹത്തിന് തീർക്കുവാൻ സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മളിവിടെ രണ്ട് ദിവസമായി നമ്മളിവിടെ രണ്ട് സബ്ജക്റ്റ് ഇവിടെ വളരെയേറെ ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ ചർച്ച ചെയ്തിരുന്നു. അള്ളാഹു വേണ്ടുന്ന വിധേനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന വിഷയം മരണം മൗനിയായ ഉപദേശകൻ എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ മരിപ്പിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിപ്പിക്കുന്ന സാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു ഈമാൻ കിട്ടി മരിക്കുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും ഈ ദുനിയാവിന്റെ ആഡംബരത്തിലും ഈ ദുനിയാവിന്റെ ആഭാസരത്തിലും ഇതിന്റെ അലോസരതയിലുമായി ഇതിന്റെ ആഴക്കടലിലെ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിൽ പാറിപ്പറക്കുമ്പോ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമാക്കപ്പെട്ട ഹദീത്തിന്റെ ആശയ ആദർശങ്ങളെ മറന്നുകൊണ്ട്, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വാക്കുകളെ മറന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ മറന്നുകൊണ്ട് ഈ പാശ്ചാത്യന്റെ പരിഷ്കാരത്തിന്റെ പരദീസുകൾ മുഴുവനും വാരി നമ്മുടെ തലയിലേക്ക് വെക്കുമ്പോൾ പോലും ഒരൊറ്റ വെട്ടം പോലും ചിന്തിക്കുന്നില്ല. അല്ലാഹ്, ഈ ലോകത്തുനിന്ന് ഞാൻ എപ്പോഴാണ് ഇവിടെ പറഞ്ഞു പോവുക, ഏത് സമയത്താണ് ഇവിടെ പറഞ്ഞു പോവുക, ഏത് സെക്കൻഡിലാണ് ഇവിടെ പറഞ്ഞു പോവുക? അള്ളാഹുവേ, എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട പല കൂട്ടുകാരും ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലായിരുന്നു.
അവൻ എന്നോടൊപ്പം നടന്നിരുന്നവനാണ്, അവൻ എന്നോടൊപ്പം നല്ലതുപോലെ കളിച്ച് ഉല്ലസിച്ചിരുന്നവനാണ്. പക്ഷേ ഇന്നവൻ കിടക്കുന്നതോ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളറയിലാണ്. അവന്റെ എത്ര വഖത്ത് നമസ്കാരങ്ങൾ തന്നെ ഖളാ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നോടൊപ്പം നടന്നിരുന്നപ്പോ, എന്നോടൊപ്പം ഇരുന്നിരുന്നപ്പോ, എന്നോടൊപ്പം കൂട്ടുകൂടിയിട്ട് ഈ ദുനിയാവിന്റെ ഇതര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ കൂടിയിട്ട് ഹയ്യ അലസ്സലാ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി എന്റെയും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെയും കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറിയിട്ട് അള്ളാഹുവിന്റെ പള്ളിയെപ്പോലും ധിക്കരിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്തുകൂടി കടന്നുപോയവരാണ്. യാ അല്ലാഹ്, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കൂട്ടുകാര് പലരും ഇന്ന് മണ്ണിലാണല്ലോ. അള്ളാഹു അവരുടെ ഖബറിടങ്ങൾ വിശാലമായി കൊടുക്കട്ടെ. അതിന്റെ ഒന്നാമത്തെ വഴി ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടാതിരിക്കാനാണ് ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലുക മുഹമ്മദ് മുസ്തഫ. ഇന്നലത്തെ ആ ഒരു സ്വലാത്തിന്റെ പവർ അങ്ങോട്ട് പോരട്ടെ. അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പറയാൻ, മരണത്തിനോട് ആർക്കും മല്ലടിക്കാൻ പറ്റൂല. ആയുസ് അള്ളാഹു നമുക്ക് ആയുസ് തരുമ്പോ ആ ആയുസ് നമുക്ക് ഇത്ര കാലം വരെ വേണം എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റൂല. ജോർജ് കന്നഡി, അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടായിരുന്നു. എന്താ അസുഖം? ചെറിയൊരു ജലദോഷമാണ്. ഏത് സമയം നോക്കിയാലും ജലദോഷമാണ്. വിദഗ്ധരായ ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞു, ഐ ചലഞ്ച് ഓഫ് മൈ ഡെത്ത്. ഞാൻ എന്റേതായിട്ടുള്ള ആത്മാവിനോട് വെല്ലുവിളിക്കാൻ, എന്റെ ആത്മാവിനെ പിടിക്കാൻ, എന്നെ കൊണ്ടുപോകാൻ, എന്നെ നശിപ്പിക്കാൻ ഒരാൾക്കും തന്നെ കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കാണ് മരണത്തിനെ പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ജോർജ് കന്നഡി എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ആയിരക്കണക്കാന ആളുകൾ ചുറ്റുമുണ്ട്. അതിന്റെ ഇടയിൽ നിന്നും ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം 24 മണിക്കൂറിന്റെ ഉള്ളിൽ പിടിച്ചിട്ട് പോയി. അതുകൊണ്ട് നമ്മളും ചിന്തിക്കണം, അല്ലാഹ് എപ്പോഴാണ് അസ്റായീൽ വരിക? അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ മണവാളനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരിക്കലും പാഴാവുന്ന വാക്കല്ല, ഒരിക്കലും നഷ്ടമാകുന്ന വാക്കല്ല. ഈ ദുനിയാവിനെ മറക്കല, ഈ ദുനിയാവിന്റെ സുഖങ്ങളെ മറക്കല, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളെ മറക്കല, ഈ ദുനിയാവിന്റെ എല്ലാ മേഖലകളിലേക്ക് എടുത്തു ചാടുമ്പോ അല്ലാഹുവേ, മരണം എപ്പോഴാ വരുന്ന എന്നറിയില്ല, അസ്റായീൽ എപ്പോഴാ വരുന്ന എന്നറിയില്ല, ഏത് സെക്കൻഡിലാ റൂഹ് വിളിക്കുന്നതെന്നറിയൂല. ഇതിന്റെ പിന്നാമ്പറങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാ ഞാനും നിങ്ങളും. അതുകൊണ്ട് ഉമ്മാ, മുസ്തഫ നബി തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പഠിപ്പിച്ചു കൊടുത്തത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഈ ദുനിയാവിന്റെ സുഖം നമുക്ക് വേണ്ട, ഈ ദുനിയാവിന്റെ ആഡംബരം നമുക്ക് വേണ്ട, ഈ ദുനിയാവിന്റെ സുഖലോലുപ നമുക്ക് വേണ്ട. അല്ലാഹു നമുക്ക് ഒരുപാട് സൗഭാഗ്യം തന്നവരാ, ഒരുപാട് സമ്പത്ത് തന്നവരാണ്. അതിനകത്ത് മതിമറന്നുകൊണ്ട് പടച്ചവനെ മതിമറന്നുകൊണ്ട് പോയാൽ, നോമ്പില്ലാതെ, സക്കാത്തില്ലാതെ, സ്വതക്കയില്ലാതെ, അല്ലാഹുവിന് വേണ്ടി നമസ്കാരമില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്തു കൂടി നടക്കുന്ന ഉമ്മ, എപ്പോഴാണ് അസ്റായീൽ വരുന്നതെന്ന് പറയാൻ പറ്റൂല, ഏത് സെക്കൻഡിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല, ഏത് നിമിഷത്തിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. വഴിയിൽ വെച്ചുകൊണ്ടാണോ, നിന്റെ വീടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണോ, നിന്റെ ഭർത്താവിനോടൊപ്പം നിന്റെ ഭർത്താവിനോടൊപ്പം ഒപ്പമുള്ളപ്പോഴാണോ, നിന്റെ മക്കളോടൊപ്പം ഉള്ളപ്പോഴാണോ, ഏത് സെക്കൻഡിലാ, ഏത് നിമിഷത്തിലാ, ഏത് മണിക്കൂറിലാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പെങ്ങളെ,
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഈ ദുനിയാവിനെ മതിമറക്കലാണ്. വേണ്ട വേണ്ട, ഈ ദുനിയാവിന്റെ സുഖം ഒട്ടും വേണ്ട എന്ന് പറയുന്നില്ല. ദുനിയാവിന്റെ സുഖം, അള്ളാഹു അനുവദിച്ച സുഖം, അത് അള്ളാഹു എടുക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് ആഡംബരത്തിന്റെ കോടാലിയായി നമ്മുടെ മനസ്സിന്റെ മനോമുഖത്തിൽ വന്നു പോയാ അള്ളാഹു നമ്മളെ വെറുതെ വിടൂല്ല. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒരു നാളിൽ പോകേണ്ടവരും നമ്മുടെ വീട് വിട്ട് കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൽ കൂട്. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൽ കൂട്. കൂട്ടുകാരും അവിടെയില്ല, കബറന്ന കൂട്ടി മറ്റാരുമില്ല. ഇവിടെ നമുക്കൊരുപാട് സ്വന്തക്കാരുണ്ട്, ഇവിടെ നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്, ഇവിടെ നമുക്കൊരുപാട് സന്താനങ്ങളുണ്ട്. ഒരാളുമില്ലാത്തൊരു ഭവനം നമുക്ക് വരാൻ പോകുകയാണ്. അവിടെ രക്ഷപ്പെടണോ, അവിടെ സന്തോഷിക്കണോ, അവിടെ ഉല്ലസിക്കണോ? ഈ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. അല്ലാഹു അനുവദിച്ച സുഖം നടിച്ച് ബാക്കി ഒന്ന് മറക്കുക. അല്ലാഹു നിനക്ക് സമ്പത്ത് തരുന്നു, അല്ലാഹു നിനക്ക് ആരോഗ്യം തരുന്നു, അതിനോടൊപ്പം അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കണം. അല്ലാഹു നമുക്ക് തരുന്ന സ്വത്തിന് അല്ലാഹുവിനോട് നന്ദിയുള്ളവരായിട്ട് മാറണം. ബഹുമാനപ്പെട്ട മഹദിയായ ബീബി റാബിയത്തുൽ അദവിയ, എന്റെ പെങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാർക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങളെ പോലത്തെ ഒരു പെണ്ണ, നിങ്ങളെ പോലത്തെ ചിന്തയുള്ള പെണ്ണ, നിങ്ങളെ പോലെ ആരോഗ്യമുള്ള പെണ്ണുകളാണ് മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹാ. തന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പടച്ചറപ്പിന് വേണ്ടിയിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ റാബിയത്തുൽ അദവിയയുടെ സമക്ഷത്തിലേക്ക് ഹസൻ ബസരി റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ള കുറെ പണ്ഡിതന്മാര് കടന്നു വരാൻ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ കുറെ പണ്ഡിതന്മാർ, അതിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു തആല വലിയ പണ്ഡിതനാണ്. വന്നിട്ട് പറഞ്ഞു, അല്ല റാബിയത്തുൽ അദവിയ, നീ ഇവിടെ ഒറ്റക്കാണ്, ഇപ്പോ നിനക്ക് ഒരു കൂട്ടിന് ആരുമില്ല, ഭർത്താവില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, നീ ഒറ്റക്കാ കഴിയാ. അതുകൊണ്ട് നിന്നെ നിക്കാഹ് ചെയ്യാൻ, നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ, നിനക്ക് സമ്മതമുണ്ടോ? നിനക്ക് സമ്മതമുണ്ടോ? റാബിയത്തുൽ അദവിയ മടി. ബഹുമാനപ്പെട്ട മഹദിയായ ബീബി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാൽ ഞാൻ നിങ്ങളുടെ ഭാര്യവധം സ്വീകരിക്കാം. ഞാൻ ചോദിക്കുന്ന 4 ചോദ്യം, ആ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. എന്നാൽ ഈ ദുനിയാവിന്റെ സുഖത്തിന്റെ ഭാര്യവധത്തിന് വേണ്ടി ഞാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നാമതായിട്ടുള്ള ചോദ്യം ഏതെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞതാണ്. ഇവിടെ ഇരിക്കുന്നവരെ വിളിച്ചിട്ട്, ശമീർദാരിമിയെ വിളിച്ചിട്ട്, കൊതേരിയിലുള്ള പെങ്ങളെ വിളിച്ചിട്ട്, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ വിട പറഞ്ഞു പോകല്ലേ. മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ വിട പറയല്ലേ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ ഒന്നാമതായിട്ട് ചോദിക്കുകയാ, അല്ല ഹസനുൽ ബസരി തങ്ങളെ, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാൻ വിട പറയുമ്പോ മുസ്ലിമായിട്ടായിരിക്കുമോ മരിക്കുക? ഞാൻ ഇവിടെ നിന്ന് വിട പറയുമ്പോ മുസ്ലിമായിട്ടായിരിക്കോ മരിക്കുക? സുബ്ഹാനല്ലാഹ്. എന്താ ഉത്തരം പറയാം? അല്ലാഹ്ക്കല്ലേ അറിയൂ. അല്ല റാബിയ, എനിക്കതിനെ കുറിച്ച് അറിയില്ല. അതറിയുന്നത് അല്ലാഹുവാൻ. ഒന്നാമത്തെ ചോദ്യം ഫൈലായി. രണ്ടാമത്തെ ചോദ്യം അവിടെ നിന്ന് ചോദിക്കുകയാണ്. സമയമില്ല, പെട്ടെന്ന് പറയാണ്. അല്ല ഹസനുൽ ബസരി തങ്ങളെ, എന്നെ കൊണ്ട് ഖബറിലേക്ക് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവര് പിരിയുമ്പോ അവിടെ മുൻകർ നഖീർ അലൈഹിമസ്സലാം കടന്നു വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കൊടുക്കാ എനിക്ക് കഴിയുമോ തങ്ങളെ? ഖബറെ കൊണ്ട് വെച്ച് എല്ലാരും പോവാൻ. ഇനി എന്റെ അടുക്കൽ വരുന്നത് ബഹുമാനപ്പെട്ട മുൻകർ നഖീർ അലൈഹിമസ്സലാത്തു വസ്സലാം. ഇവര് വരുമ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ എനിക്ക് പറ്റുമോ, കഴിയോ? എന്താ ഉത്തരം പറയാ? നമ്മുടെ ചോദിച്ചാൽ പറയാൻ പറ്റും? ഹസൻ ബസരി തങ്ങൾ ആകെപ്പാടാൻ എന്തു പറയും ഒന്നും അറിയില്ല. അവസാനം എനിക്കറിയില്ല. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണെന്നാ അല്ലാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതി, അവിടെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് അവരുടെ നന്മകൾ എഴുതിയിട്ടുള്ള കിതാബുകൾ അവരുടെ വലത് കയ്യിൽ കൊടുക്കുമ്പോ, തിന്മകൾ എഴുതിയിട്ടുള്ള കിതാബുകൾ അവരുടെ ഇടത് കയ്യിൽ കൊടുക്കുമ്പോ എന്റെ ഏത് കയ്യിലാണ് എന്റെ കിതാബ് കിട്ടുക? ഇതിന്റെ ഉത്തരം പറയാ എന്റെ തങ്ങളെ, നിങ്ങൾക്ക് കഴിയുമോ? കഴിയുമോ? ഹസനുൽ ബസരി തങ്ങൾ അന്തം വിട്ടുപോയി. നാലാമത്തെ ചോദ്യം ഏതാണ്? ഹിസാബ് കഴിഞ്ഞിട്ട് ഒരു ഭാഗം ആളുകൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കാണ്, ഒരു ഭാഗം ആളുകൾ അല്ലാഹുവിന്റെ നരകത്തിലേക്കാണ്. ഞാൻ സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ? ഞാൻ സ്വർഗത്തിലേക്കാണോ പോവാ അതല്ല നരകത്തിലേക്ക്? നിങ്ങൾ പറയണം. ഈ 4 ചോദ്യത്തിനും ഉത്തരം കിട്ടാതെ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു പിരിഞ്ഞു പോയി. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹു സുഖാഡംബരങ്ങൾ ആസ്വദിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം അത് മാത്രം ഇന്നിവിടെ നമ്മൾ പറഞ്ഞാലും എന്റെ ഉമ്മമാർക്ക് അതിനകത്ത് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അത്രത്തോളം ജീവിതത്തിൽ സൂക്ഷ്മതയും അല്ലാഹുവുമായിട്ട് ഇബാദത്ത് ചെയ്യുന്നതിൽ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നതിൽ, അല്ലാഹുവിന് വേണ്ടി സമയങ്ങൾ മുഴുവനും കൊടുക്കുന്നതിന് വേണ്ടി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ ഉറക്കവും മൂണും മുഴിച്ചിരുന്നു കൊണ്ട് വളരെയേറെ കഠിനാധ്വാനം ചെയ്തുവെങ്കിൽ അത്രത്തോളം അല്ലാഹുവിനോടുള്ള ഇഷ്കാൻ, പടച്ചവനോടുള്ള ഹുബ്ബാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്കൊക്കെ ദുനിയാവാ അല്ലേ? ദുനിയാവിൽ എന്തെങ്കിലും കിട്ടി നമുക്കത് വേണം, വേണ്ടാന്ന് ഒരിക്കലും ഷമീർ പറയുന്നില്ല. അതിനോടൊപ്പം അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തൂടെ? അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുത്തൂടെ? അല്ലെ? പാവപ്പെട്ടവരെ കണ്ടാൽ വിളിച്ചിട്ട് സഹായിച്ചൂടെ? അള്ളാഹു നമുക്ക് അതിനുള്ള സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആനന്ദം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? ഒരു നേരം ഒരാളെ വിളിച്ചിട്ടൊന്നിപ്പോ നോമ്പ് തുറപ്പിച്ചൂടെ? അല്ലേ? അധികമൊന്നും ആവൂല. ഇന്നലെ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ അബുട്ടി ഹാജിയുടെ വീട്ടിലായിരുന്നു നോമ്പ് തുറ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു തആല സന്തോഷം കൊടുക്കട്ടെ. അപ്പോ അതൊരു സന്തോഷമാണ്, അതൊരു ആനന്ദമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല കൂലിട്ടുന്ന കാര്യം. അള്ളാഹുവേ, നമ്മെ മുഴുവനും നിന്റെ സ്വർഗീയ ആരാമത്തിൽ എത്തിക്കണേ പടച്ചവനെ, നീ സന്തോഷം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് സഹോദര, ദുനിയാവ് നമുക്കുണ്ട്, പക്ഷേ അത് വേണ്ടുന്ന വിധത്തിൽ ചിലവഴിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ സുഖത്തിലേക്ക് പോകണ്ട, ദുനിയാവിന്റെ ആഡംബരത്തിലേക്ക് പോകണ്ട, ദുനിയാവിന്റെ ആഭാസരത്തിന്റെ അലോസരതയിലേക്ക് പോകണ്ട. അതുകൊണ്ട് മനുഷ്യനിക്ക് 2 യാത്രയാണ്. ഇന്നലിൽ ഇൻസാനി ലസഫറൈനി, ഈ മനുഷ്യർക്ക് ഈ ദുനിയാവിലേക്കുള്ള 2 യാത്ര. ഒന്ന് സഫറും ഫിദ്ദുനിയ, ഒന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഈ ദുനിയാവിലേക്കുള്ള യാത്ര. രണ്ടാമത്തെ യാത്രയോ സഫറും മിനദ് ദുനിയ, ഈ ദുനിയാവിൽ നിന്നും വിട്ടുപിരിയുന്ന യാത്ര.
എല്ലാവരെയും വിട്ട്, കൂട്ടുകാരെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, ബന്ധുമിത്രാദികളെ വിട്ട് എല്ലാവരെയും മാറ്റിവെച്ചിട്ട് പിരിയുന്നൊരു യാത്ര. അങ്ങനെ 2 യാത്രയാണ്. ഇന്ന് ഈ യാത്രയെ കുറിച്ച് ഓർക്കാറില്ല, ഇതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാറില്ല. ഈ ദുനിയാവിന്റെ പുറം ലോകത്തിന്റെ പുറംപോച്ചിലൂടെ അഹങ്കാരത്തിന്റെ ആഭാസനത്തിന്റെ അലോസരയുടെ ആഴക്കടലിലേക്ക് പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ലോകത്തിന്റെ മുത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഹൽ യുഹ്ശറു മഅശ്ശുഹദാഇ അഹദു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നാളെ അല്ലാഹുവിന്റെ ശുഹദാക്കൾ ഒരുമിച്ച് കൂടുമ്പോ, ബദരീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ, ഉഹദിൽ പങ്കെടുത്തവർ ഒരുമിച്ച് കൂടുമ്പോ, ഖന്തഖിൽ പങ്കെടുത്തവർ ഒരുമിച്ച് കൂടുമ്പോ, ഖൈബറിൽ പങ്കെടുത്തവർ ഒരുമിച്ച് കൂടുമ്പോ, അല്ലാഹുവിന്റെ നബിയേ, സാധുക്കളായ നമ്മളിൽ ആരെങ്കിലും ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂടുമോ നബിയേ? ഖാല നഅം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, നീ വെട്ടണ്ട, നീ യുദ്ധം ചെയ്യണ്ട, നീ ഒന്നിനും പോകണ്ട, പക്ഷേ നിനക്ക് നാളെ ശുഹദാക്കളോടൊപ്പം കൂടാ അല്ലാഹു ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. എന്താണ് ആ അവസരമെന്നറിയോ? മയ്യൽകുറൽ മൗത ഫിൽ യൗമി വൽ ലൈല 20 മറ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരു ദിവസത്തില് 20 പ്രാവശ്യം അല്ലാഹുവേ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമല്ല അല്ലാ, എന്റെ മക്കളെ വിട്ട് പിരിഞ്ഞുകൊണ്ട് പോകുമല്ല അല്ലാ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട്ട് പിരിഞ്ഞുകൊണ്ട് പോകുമല്ലോ, എന്റെ സഹോദരങ്ങളെ വിട്ട് പിരിഞ്ഞുകൊണ്ട് പോകുമല്ലോ. ഈ ഒരു ചിന്തയൊന്ന് കടന്നു വന്ന അൽഹംദുലില്ലാഹ്, നാളെ മഹ്ശറയാകുന്ന കോടതിയിൽ കൈകാലുകൾ മുറിഞ്ഞു പോയ, കഴുത്തറ്റുപോയ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ചിന്നിച്ചതറി പോയ സഹാബാക്കൾ നാളെ നല്ലതുപോലെ അല്ലാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയില്ലേ, കോടതിയിൽ നിൽക്കുമ്പോ അതിനോടൊപ്പം ചേരാൻ സാധിക്കുന്നതാണ്. 20 പ്രാവശ്യം നമ്മുടെ മരണത്തെ കുറിച്ച് ഓർത്താൽ മതി. 20 പ്രാവശ്യം ഓർത്താൽ അൽഹംദുലില്ലാഹ് നാളെ അള്ളാഹിന്റെ ശുഹദാക്കളോടൊപ്പം നമുക്ക് എത്തിച്ചേരാൻ പറ്റും, സ്വർഗത്തിലേക്ക് പോകാം. അള്ളാഹു അങ്ങനെ ഉള്ളവർ നമ്മളെ പെടുത്തട്ടെ. ചിന്തിച്ചൂടെ ഒന്ന് എപ്പോഴാ മരിക്കാന്ന്? ഞാൻ ഉൾപ്പെടെ, ഷമീർ ദായിമി ഉൾപ്പെടെ ചിന്തിച്ചൂടെ എനിക്കും നിങ്ങൾക്കും? അതിനുള്ള സമയം നമുക്കില്ല. നമ്മുടെ മുമ്പിൽ എത്രയെത്ര മരണങ്ങളാ സംഭവിച്ചത്, നമ്മുടെ തൊട്ടടുത്താണല്ലോ നടന്നിട്ടുള്ളത്. നിങ്ങളുടെ നാടിന് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു സഹോദരന്റെ ഭാര്യ, ശിവപുരം സ്വദേശിയായ ഒരു സഹോദരന്റെ ഭാര്യ, സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കരഞ്ഞതാണ്, നിങ്ങൾ ആ വീട്ടിലേക്ക് പാഞ്ഞെത്തിയവരാണ്. ആ പാവപ്പെട്ട സഹോദരിക്ക് വേണ്ടി, മറിയം എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാണ്. അതിൻ്റെതായിട്ടുള്ള പ്രിയപ്പെട്ട പെണ്ണുകളെ, നിങ്ങളെ പോലത്തെ ഒരു പെണ്ണല്ലേ മറിയം എന്ന് പറയുന്ന സഹോദരി. 40 വയസ്സായോ ഇല്ലല്ലോ, 60 വയസ്സായോ ഇല്ലല്ലോ, 70 വയസ്സായോ ഇല്ലല്ലോ, 30 വയസ്സ് മാത്രമാ പ്രായമുള്ളത്. ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം നല്ലതുപോലെ ഒരുപാട് സമയങ്ങൾ കഴിയാൻ അല്ലാഹു സൗഭാഗ്യം കൊടുത്തില്ല. അല്ലാഹുവിന്റെ വിധി വന്നപ്പോ പറയൂ എന്ന് പറയുന്ന 30 വയസ്സുള്ള സഹോദരി ശിവപുരത്തുനിന്ന് മരണപ്പെട്ടു പോയില്ലേ? അല്ലാഹുവിന്റെ വിളിയാണല്ലോ, തടഞ്ഞു നിർത്താൻ പറ്റുമോ സഹോദര? മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് വരികയാ, തന്റേതായിട്ടുള്ള പ്രിയപ്പെട്ട ബന്ധുക്കളെ കാണാനാണ്, തന്റെ സഹോദരങ്ങളെ കാണാനാ, തന്റെ കൂടപ്പുറപ്പുകളെ കാണാനാ, തന്റെ ഉമ്മയെ കാണാനാ, അല്ലാഹുവിന്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് സന്തോഷകരമായി ചേരാനാണ്. അല്ലാഹുവിന്റെ വിളിയാളം അന്ന് പൊഴിഞ്ഞു പോയില്ലേ? അല്ലാഹുവേ, 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 ഇന്നീ സദസ്സിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ട ഞങ്ങള് ആ മറിയം എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. കബറിടം പ്രകാശമാക്കണേ അല്ലാഹ്, പ്രകാശമാക്കണേ അല്ലാഹ്.
പാപപ്പെട്ട പുന്നാര മക്കൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. ആ ഭർത്താവിന് സമാധാനം കൊടുക്കണേ അല്ലാ. എന്റെ പെങ്ങളെ, നമുക്ക് മക്കളുണ്ടല്ലോ, നമുക്ക് ഭർത്താവുണ്ടല്ലോ, നമുക്കൊന്ന് സന്തോഷമാണ്. ഉമ്മയില്ലാത്ത ദുഃഖം അതെപ്പോഴാണ് അറിയുന്നത് എന്നറിയോ? ഒരു ദിവസം നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഉമ്മ വന്ന് മാറി നിന്നാൽ ഉമ്മയില്ലാത്ത ടെൻഷനും വിഷമവും അപ്പോഴാ മനസ്സിലാക്കുക. അല്ലാ അല്ലാ, 12 വയസ്സുള്ള മിസ്ബാഹ് എന്ന് പറയുന്ന പൊന്നുമോനാണ് ഉമ്മയും നഷ്ടപ്പെട്ടു പോയില്ലേ. മുഹമ്മദ് എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോന്റെ ഉമ്മ നഷ്ടപ്പെട്ടില്ലേ. ഫാത്തിമ എന്ന് പറയുന്ന 6 വയസ്സുള്ള കൊച്ചു പൊന്നുമോളെ ഉമ്മ നഷ്ടപ്പെട്ടില്ലേ. അതാ വല്ലാതെ വിഷമത്തിലാണ്. 4 വയസ്സാണ് ഏറ്റവും ചെറിയ കുട്ടിക്ക്. ആയിഷക്ക് 4 വയസ്സാണ്. ഇന്ന് ആയിഷ ഉമ്മ എവിടെയെന്ന് ചോദിച്ചാ പാപ്പ എന്ത് പറയൂ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ദുആ ചെയ്യ് പെങ്ങളെ, ദുആ ചെയ്യ് പെങ്ങളെ, നമസ്കരിച്ചിട്ട് അല്ലാഹുവേ ഒരുപാട് സ്വത്ത് നീ നമുക്ക് തന്നുവല്ല, ഒരുപാട് ആനന്ദം നീ നമുക്ക് തന്നുവല്ല, ഒരുപാട് സന്തോഷം നീ നമുക്ക് തന്നുവല്ല. അല്ലാഹുവേ അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ശരീരങ്ങൾ റോഡിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരവസ്ഥ നീ വെക്കല്ലേ അല്ലാ. പൊട്ടിക്കറിയണേ പെങ്ങളെ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. ഈ 4 മക്കളും ഉമ്മയെ ഓർത്തിട്ട് വിഷമപ്പെടുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവ് മറിയം എന്ന് പറയുന്ന 30 വയസ്സുള്ള ഭാര്യയെ ഓർത്തിട്ട്, ഭാര്യ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഓർത്തിട്ട്, തന്റെ ഭാര്യ തനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ഓർത്തിട്ട് ആ സഹോദരൻ പൊട്ടിക്കറിയുമ്പോ അല്ലാഹുവേ ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. ആ പൊന്നുമക്കളുടെ കണ്ണുനീര് മാറ്റണം അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, എന്റെ ഉപ്പമാരോട് പറയുകയാണ്. അതുകൊണ്ട് ദുനിയാവ് നശ്വരമാ. ഏത് സെക്കൻഡിലാ, എവിടെ വെച്ചാ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈബ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. പൊട്ടി കരഞ്ഞോ പോയേ, കണ്ണീര് വാർന്നു പോയേ, കൂട്ടുകാർ പെട്ടിപ്പോയേ, ആരാരുമില്ലതാനേ കബറന്ന മണ്ണറയിൽ, ആരാരുമില്ല അവിടെ, ഏകയായി ചെന്നോ ഞാനേ, കരയാനൊരാളില്ലാതെ. എപ്പോഴാ മരിക്കുന്നേന്ന് പറയാൻ പറ്റൂലല്ലോ. 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ മറ്റാർക്കും പറയാൻ പറ്റൂല. 5 കാര്യങ്ങൾ അല്ലാഹുക്ക് അറിയാൻ പറ്റൂ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ. ഖിയാമത്ത് നാൾ എപ്പോഴാ സംഭവിക്കുക ഇത് പടച്ചോനിക്ക് മാത്രമേ അറിയൂ. വയുനസ്സിലുൽ ഗൈസ്, മഴ എപ്പോഴാ പെയ്യുക ഇതും അല്ലാഹുക്കേ അറിയൂ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കുട്ടിയെ കുറിച്ച്, ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാരൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. അല്ലാതെ ഒരാൾക്കും പറയാൻ പറ്റൂല എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ കാര്യം ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റൂല. വമാ തദ്രി മാദാ തക്സിബു ഗദാ. ഇവിടെ നിന്നുകൊണ്ട് വഅദ് പറയുന്ന ഞാനും ഇരുന്നു കൊണ്ട് കേൾക്കുന്ന നിങ്ങളും നാളെ ഇതേ വേദിയിൽ വന്നിരുന്നു കൊണ്ട് വഅദ് കേൾക്കാൻ നമുക്കിന്ന് കഴിയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരാൾക്ക് തന്നെ ഒരു ഉറപ്പും തന്നെ പറയാൻ പറ്റൂല. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്. നാളെ ഉണ്ടാവുമോ? ഒരിക്കലും ഒരാൾക്കും തന്നെ പറയാൻ പറ്റൂല. പിന്നെയോ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ
മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റൂല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഇന്നിവിടെ ഇരിക്കുന്നവരെ കൊല്ലം ജില്ലയിൽ നിന്ന് ഷമീർദാരിൻ ഇവിടെ എത്തിയതാണ്. നാളെ എന്റെ റൂഹ് എവിടെന്നാണോ കൊണ്ടുപോവുക, എന്റെ മയ്യത്ത് എവിടെന്നാണോ കൊണ്ടുപോവുക. ഇനി എന്റെ ഉമ്മാനെ കാണാൻ പറ്റുമോ, എന്റെ പ്രിയപ്പെട്ട ബാപ്പയെ കാണാൻ പറ്റുമോ, എന്റെ 1.5 വയസ്സുള്ള ഷമ്മാസ് അഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോനെ കാണാൻ പറ്റുമോ? അല്ലാ അല്ലാ, അറിയില്ല പെങ്ങളെ. എപ്പോഴും ഇവിടെ പറഞ്ഞു പോയാൽ, ഏത് സെക്കൻഡിൽ ഇവിടെ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാതെ ചെയ്തോ പെണ്ണേ. അതല്ലാതെ ഇവിടത്തെ സുഖം മാത്രം ആസ്വദിച്ചിട്ട്, ഇവിടം ആനന്ദം മാത്രം ആസ്വദിച്ചിട്ട് പോകല്ലേ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കട്ടെ സഹോദരാ, തൃശ്ശൂർ ഭാഗത്ത് ദേശമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ 22 വയസ്സുള്ള ഖൈറുന്നിസാ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പെങ്ങള് ഫേസ്ബുക്കുള്ളവരൊക്കെ കണ്ടതാണ്. അതുപോലെ ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞതാണ്, പത്രങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. 22 വയസ്സാണ് പെങ്ങള് പ്രായമുള്ളത്, ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. 1.5 വയസ്സുള്ളൊരു പൊന്നുമകനാണ്, 4 വയസ്സുള്ളൊരു പൊന്നുമകളും മാത്രമാണ്. അല്ലാഹുവേ, അല്ലാന്റെ വിളി വന്നാ ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്നിവിടെ എന്റെ മക്കളുണ്ടല്ലോ, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ കൂട്ടുകാരുണ്ടല്ലോ, എന്റെ ബന്ധുമിത്രാദികളുണ്ടല്ലോ, എന്റെ സഹോദരങ്ങളുണ്ടല്ലോ. അവരെ വിട്ടിട്ട് എനിക്ക് വരാ പറ്റില്ല എന്ന് പറയാൻ പറ്റൂല. എന്റെ ഉമ്മ 22 വയസ്സുള്ള ഖൈറുന്നിസാ എന്ന് പറയുന്ന പാവപ്പെട്ട പെങ്ങള് എന്നോടും നിങ്ങളോടൊക്കെ പത്രത്തിലൂടെ കരുണ ചോദിച്ചതാണ്. 2 വൃക്കയും നഷ്ടപ്പെടുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴോ വൃക്ക മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ 4 ലക്ഷത്തോളം രൂപ വേണം. വല്ലാതെ വേദനയാണ്. പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ ഭാര്യയാണ്. ഈ 4 ലക്ഷം രൂപ എവിടെന്നാ കിട്ടുക? അല്ലാഹുവേ, അവസാനം ഗത്യന്തരമില്ലാതെ പത്രങ്ങളിലൂടെ ആരൊക്കെയാണ് സഹായിക്കുക എന്ന് ചോദിച്ചപ്പോ ഒരുപാട് പാവപ്പെട്ട ചെറുപ്പക്കാർ, ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന ആളുകള്, പാപ്പുട്ടി ഹാജിയെ പോലെയുള്ള പാവപ്പെട്ട ആളുകള് പാവപ്പെട്ടവരെ സഹായിക്കാൻ മുന്നോട്ട് അവിടെ കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്. അവിടെ ഈ പാവപ്പെട്ട ഖൈറുന്നിസാ എന്ന് പറയുന്ന 22 വയസ്സുള്ള പെണ്ണുകളുടെ ശസ്ത്രക്രിയ കഴിയുകയാണ്. കണ്ണു തുറക്കുകയോ 1.5 വയസ്സുള്ള പൊന്നുമോൻ അമ്മിഞ്ഞ പാല് കുടിക്കാതെ അതാ കുറെ ദിവസങ്ങൾ കഴിയുകയാണ്. ഉമ്മയെ കാണാതെ പൊന്നുമോന് പൊട്ടിക്കരയുകയാണ്. ഉമ്മാക്ക് സുഖമില്ലാന്ന് 1.5 വയസ്സുള്ള മകനോട് പറഞ്ഞാ സമ്മതിക്കാൻ പറ്റുമോ? 1.5 വയസ്സുള്ള പൊന്നുമോനോട് പറഞ്ഞാൽ അവന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? പാവപ്പെട്ട ഉമ്മ കിടക്കുന്നത് കണ്ടുകൊണ്ട് 4.5 വയസ്സുള്ള പൊന്നുമോൾ ചെന്നുകൊണ്ട് ബാപ്പയോട് ചോദിക്കും, ഉമ്മ അല്ല ഉപ്പ, എന്താണ് ഉമ്മ എഴുന്നേക്കാത്തത്? എന്താണ് ഉമ്മ എന്നോട് മിണ്ടാത്തത്? എന്താണ് എന്റെ ഉമ്മ എന്നോട് സംസാരിക്കാത്തത്? വിഷമത്തോടെ പ്രിയപ്പെട്ട ഉപ്പാക്ക് എന്ത് പറയാൻ പറ്റും? ചെറുപ്പക്കാരാ, അല്ലാ അല്ലാ, ഈ പെങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്, ശസ്ത്രക്രിയ കഴിയുകയാണ്. അവിടെ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. 1.5 വയസ്സുള്ള പൊന്നുമകനെയും എടുത്തു വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. പൊന്നുമകനെ കണ്ടപാടെ ഖൈറുന്നിസായുടെ കണ്ണുകളിൽ കൂടി കണ്ണുനീര് വരികയാണ്. 4.5 വയസ്സുള്ള പൊന്നുമോളെ കണ്ടപാടെ കണ്ണുനീര് വരികയാ. എന്തിന്റെ കണ്ണുനീരെന്നറിയോ? അല്ലാഹുവേ, എന്റെ വൃക്ക മാറ്റിവെച്ചുവല്ലോ. ഇനി എന്റെ പ്രിയപ്പെട്ട 4.5 വയസ്സുള്ള മകളോടൊപ്പം, എന്റെ പ്രിയപ്പെട്ട 1.5 വയസ്സുള്ള പൊന്നുമകനോടൊപ്പം, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം, എന്റെ ഉമ്മയോടൊപ്പം, എന്റെ സഹോദരനോടൊപ്പം അല്ലാ, ഈ ദുനിയാവിന്റെ പുറത്ത് കുറച്ചുകൂടെ കഴിയാമെന്ന് കണ്ണുനീരോട് സന്തോഷത്തിന്റെ കണ്ണുനീരിടുകയാണ്. എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ,
പൊന്നുമകളോട് സംസാരിക്കുകയാണ്. മകൾക്ക് സുഖമാണോ? പൊന്നുമകനെ മാറോട് ചേർത്ത് വിളിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കുകയാണ്. അമ്മിഞ്ഞ പാല് കൊടുക്കാൻ പറ്റൂലല്ലോ. വിശന്നുകൊണ്ട് പൊന്നുമോന് കരയുകയാണ്. ഇത് കണ്ടുകൊണ്ട് കണ്ണു നിറയുന്ന ഖൈറുൻ നിസാ. അല്ലാഹുവേ, സഹോദര, ഭർത്താവ് നോക്കി നിൽക്കുമ്പോ 1.5 വയസ്സുള്ള പൊന്നുമകൾ നിൽക്കുമ്പോ 4.5 വയസ്സുള്ള പൊന്നുമോൾ നിൽക്കുമ്പോ ഖൈറുൻ നിസാ എന്ന് പറയുന്ന പെണ്ണിന്റെ റൂഹ് അല്ലാഹു എടുക്കുകയാണ്. അതാ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് 4 ദിവസമായി കണ്ണു തുറന്നു ഉമ്മയോട് സംസാരിച്ച പൊന്നുമോളാണ്. എന്റെ പെങ്ങളെ, 30 വയസ്സല്ല 40 വയസ്സല്ല, പ്രായം 22. ജീവിതത്തിലേക്ക് വന്ന പെങ്ങളാട്, സന്തോഷത്തിലേക്ക് വന്ന പെങ്ങളാട്. ഇസ്രായേലിന്റെ വിളി വന്നുകൊണ്ട് പിരിഞ്ഞു പോവുകയാണ്. അവസാനം എന്താണ് ഭർത്താവിന് ചെയ്യേണ്ടി വന്നത് എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പ്രിയ തോഴിയുടെ പ്രിയതമയുടെ മുഖത്തേക്ക് മൂടുപടം മാറ്റിടുകയല്ലാതെ നീ എന്നെ വിട്ടുപോകല്ലേ എന്ന് പറയാ കഴിയില്ലല്ലോ. 1.5 വയസ്സുള്ള മകൻ പൊട്ടിക്കരയുകയാണ്. എന്തിനാ ഉമ്മ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയോന്ന് പൊന്നുമോനിക്കറിയില്ല. 4 വയസ്സുള്ള പൊന്നുമകളുടെ വിചാരം ഉമ്മ ഉറങ്ങുന്നെന്നാണ്. അതാ എല്ലാവരും കൂടി ആ പാവപ്പെട്ട പെങ്ങളുടെ ശരീരം തന്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. 10,000-കണക്കാന ആളുകൾ ഓരോ രൂപ കൊടുത്തുകൊണ്ട് സഹായിച്ച ആളുകള് ആ പെങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. വല്ലാതെ വിഷമത്തിലാണ്. പ്രിയപ്പെട്ട ഭർത്താവ് പൊട്ടിക്കരയുകയാണ്. വല്ലാതെ തേങ്ങി തേങ്ങി കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് എന്നെ വിട്ടുപിരിഞ്ഞോ? 1.5 വയസ്സുള്ള ഒന്നും തിരിയാത്ത പാവപ്പെട്ട പൊന്നുമോന് ഇവനെ കാണാതെ തിരിഞ്ഞോ? 4.5 വയസ്സുള്ള എന്റെ പൊന്നുമോളെ വിട്ടുപിരിഞ്ഞോ? ഇവരിന് ഉമ്മയെ ചോദിച്ചാൽ ഞാൻ ഇനി എന്ത് പറയും പെണ്ണേ? കൂടി നിന്ന ആളുകളൊക്കെ പൊട്ടിക്കരയുകയാ. എന്റെ സഹോദരാ ചിന്തിക്കണേ, എന്റെ പെങ്ങളെ ചിന്തിക്കണേ. ഉപ്പാന്റെ കയ്യിലിരുന്ന് കൊണ്ട് 1.5 വയസ്സുള്ള പൊന്നുമോ ഉമ്മ കിടക്കുന്ന വെള്ളത്തുണിയിൽ പുതച്ചു കിടക്കുമ്പോ ഉമ്മാന്റെ ശരീരത്തിലേക്കും അടുത്ത് ചെല്ലാ, ഒന്നമ്മിഞ്ഞ പാല് കുടിക്കാ. ഉപ്പാന്റെ കയ്യിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. വെള്ളത്തുണി പുതച്ചിട്ടിരിക്കുന്ന ഉമ്മാക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ? 4.5 വയസ്സുള്ള പൊന്നുമോള് ചെന്നിട്ട് ആരോ പറഞ്ഞു പൊന്നുമോളെ ഉമ്മാക്കൊരു ചുംബനം കൊടുത്തോ? 4.5 വയസ്സുള്ള പൊന്നുമോള് ചെന്നിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് വെള്ളത്തുണി പുതച്ചുകൊണ്ട് കിടക്കുന്ന ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുടിയുംബനം കൊടുക്കുകയാണ്. അല്ലാ അല്ലാ, സഹിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട പെങ്ങളെ? കണ്ടു നിൽക്കുന്നൊരു പെണ്ണിന്റെ മനസ്സ് പൊട്ടിത്തെറിക്കൂലേ? അല്ലാഹുവേ, ഈ ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് വെക്കല്ലേ അല്ലാ, നമ്മുടെ സഹോദരങ്ങൾക്ക് വെക്കല്ലേ അല്ലാ, നമ്മുടെ കൂട്ടുകാർക്ക് വെക്കല്ലേ അല്ലാ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് വെക്കല്ലേ അല്ലാ. 1.5 വയസ്സുള്ള പൊന്നുമകനെ കൊണ്ടുപോയി 22 വയസ്സുള്ള ഖൈറുൻ നിസാ എന്ന് പറയുന്ന പാവപ്പെട്ട പെണ്ണുകളുടെ മുഖത്തേക്കൊന്ന് കൊണ്ടുചെന്ന് ചുടിചുംബനം കൊടുക്കുമ്പോ പൊന്നുമോനിക്കറിയില്ലല്ലോ ഉമ്മാക്ക് ഉമ്മ കൊടുക്കാനാ കൊണ്ടുപോവുകാന്. ഉമ്മാന്റെ വെള്ളത്തുണിയിൽ പിടിച്ച് വലിക്കാട്. ഉമ്മാന്റെ അവിടെ നിന്ന് പിടിച്ച് പറിച്ച് പൊന്നുമോൻ എടുക്കുകയാണ്. എല്ലാവരും കരയുകയാ, കണ്ടിരുന്നവര് കരയുകയാണ്, വാവിട്ടുകൊണ്ട് കരയുകയാണ്. അതുകൊണ്ട് എന്റെ പെങ്ങളെ, ഈ പാവപ്പെട്ട പെങ്ങളെ കൊണ്ട് കബറടക്കുകയാ, വീട്ടിലേക്ക് വരികയാ. പാവപ്പെട്ട ചെറുപ്പക്കാർ വന്നുകൊണ്ട് 1.5 വയസ്സുള്ള പൊന്നുമോനെ കെട്ടിപ്പിടിച്ചിട്ട് ചുടുചുംബനം കൊടുക്കുകയാണ്. വലത് കയ്യിൽ പൊന്നുമകനും ഇടതേ ഭാഗത്ത് പൊന്നുമോളെയും കൂട്ടിപ്പിടിച്ചിട്ട് ഈ ചെറുപ്പക്കാർ വാവിട്ടുകൊണ്ട് കരയുന്നു. ആര് സമാധാനിപ്പിച്ചിട്ടാ കരച്ചിൽ നിർത്തുക? ആര് സമാധാനിപ്പിച്ചിട്ടാ കരച്ചിൽ നിർത്തുക? വമാ തദ്രീ മാദാ തക്സിബു ഗദാ. ഒരുപാട് കൊല്ലം ജീവിക്കാൻ കൊതി ഉണ്ടായിരുന്നു.
അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പെണ്ണ് വിചാരിച്ചു ഖൈറുന്നിസ എന്ന് പറയുന്ന പാവപ്പെട്ട 22 വയസ്സുള്ള പെങ്ങൾ വിചാരിച്ചു, റബ്ബേ കുറച്ചും കൂടി ജീവിക്കാം, എൻ്റെ മക്കളെ കാണാം, എൻ്റെ ഭർത്താവിനോടൊപ്പം കഴിയാം, എൻ്റെ പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് ഉമ്മ ഉണ്ടാവല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിട്ട് 4ാമത്തെ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉറക്കപ്പുറ അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആ പൊന്നുമക്കൾക്ക് സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹു ആ പാവപ്പെട്ട സഹോദരിയുടെ ഭർത്താവിന് അല്ലാഹു തആല സമാധാനം കൊടുക്കട്ടെ. അല്ലാഹുവേ ഇതുപോലത്തെ ഒരവസ്ഥ നമുക്ക് ആർക്കും നീ വെക്കല്ലേ അല്ലാ. നമ്മുടെ സഹോദരങ്ങൾക്ക് വെക്കല്ലേ അല്ലാ. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വെക്കല്ലേ അല്ലാ. നമ്മുടെ കൂട്ടുകുടുംബാദികൾക്ക് വെക്കല്ലേ അല്ലാ. സഹോദര, ചിന്തിക്കണം. എപ്പോഴും അല്ലാഹുവേ ഞാൻ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകും, എൻ്റെ സഹോദരങ്ങളെ വിട്ടുപിരിയും, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട്ടുപിരിയും. അത് ചിന്തിക്കണം. നമ്മളൊന്ന് ചിന്തിക്കാറില്ല, ഓർക്കാറില്ല. ഇവിടെ ഈ ദുനിയാവിൽ അല്ല നമ്മൾ കിട്ടിയാൽ അതിനു വേണ്ടി നമ്മൾ പോകാറുണ്ട്. പക്ഷെ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണം. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാം. അള്ളാഹു നമുക്ക് സമ്പത്ത് തരുമ്പോൾ അത് പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുക. ഇതൊക്കെ അസ്രാഈലിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാൽ ഇങ്ങനെ ഉള്ളവരുടെയൊക്കെ റൂഹ് പിടിക്കുമ്പോൾ അമ്പിയാക്കളുടെ റൂഹ് പിടിക്കുന്നത് പോലെയാണ് സമ്പത്തുണ്ടായിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നവരുടെ ഉപമ. അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ ആയിരിക്കും അവന്റെ റൂഹിനെ പിടിക്കുക എന്ന് പുണ്യ റസൂൽ